CBSE 10 2025-26 അക്കാഡമിക് ഇയറിലെ രണ്ട് ബോർഡ് എക്സാമുകളും ഒരേപോലെയല്ല. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രണ്ട് എക്സാംസ് ഉണ്ട് ഫെബ്രുവരിയിലും മാർച്ചിലും. ഈ രണ്ട് എക്സാമുകളും ഒരേപോലെ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കുറേ പേര് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും, രണ്ട് എക്സാം ഉണ്ടല്ലോ, ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മിസ്സായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു എക്സാമിൽ നമുക്ക് പഠിക്കാമല്ലോ. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ബോർഡ് എക്സാം 1ഉം ബോർഡ് എക്സാം 2ഉം കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സാംസ് ആണ്. അത് ഈ വീഡിയോയിൽ പ്രൂഫ് വെച്ചിട്ട് സാറ് പറഞ്ഞുതരാം. രണ്ടും രണ്ട് എക്സാം ആണെന്നുള്ള കാര്യം. അപ്പം ആരെങ്കിലും ഒക്കെ ഇവിടെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാം 1 ഞാൻ എഴുതുന്നില്ല, ബോർഡ് എക്സാം 2 എഴുതി കഴിഞ്ഞാൽ എനിക്ക് പിടിക്കാൻ പറ്റില്ല മാർക്ക് എന്ന് ആരെങ്കിലൊക്കെ ഇവിടെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോളൂ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ ചെയ്യാൻ പോണത് പൊട്ടത്തരമാണ്, നിങ്ങൾ ചെയ്യാൻ പോണത് മണ്ടത്തരമാണ്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഇതാ ഇവിടെ കാണിച്ചു തരാം സാറ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫോർ ക്ലാസ് 10 2026 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് എക്സാം ഒബ്വിയസ്ലി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് മെയിൻ എക്സാം. അതെന്താ അറിയപ്പെടുന്നത്? മെയിൻ എക്സാം എന്നാണ് അറിയപ്പെടുന്നത്. ആ പേര് തന്നെ ഉണ്ട്, നോട്ട് ചെയ്ത് വെച്ചോളൂ, പറഞ്ഞുതരാം. ഓക്കെ, കമ്പൽസറി ഫോർ ഓൾ സ്റ്റുഡൻസ്. എന്താ പറയണത്? ഇവിടെ എല്ലാവരും CBSE 10 പഠിക്കുന്ന എല്ലാവരും, ഒരൊറ്റ കുട്ടി പോലും മിസ്സാവാതെ എഴുതണം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയേ തീരുള്ളൂ എന്ന് പറയുന്ന എക്സാമിനെയാണ് നമ്മൾ വിളിക്കുന്നത് മെയിൻ എക്സാം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നതിനെ? മെയിൻ എക്സാം ഫോർ ക്ലാസ് 10. ഓക്കെ, ഫെബ്രുവരി മാസം നടക്കാൻ പോണ ബോർഡ് എക്സാം 1. ഓക്കെ, ആ സാധനം അതിനെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കമ്പൽസറി എന്ന് പറയുന്നത്? സാർ ഇത് എഴുതിയില്ലെങ്കിൽ, ഇത് മിസ്സായെങ്കിൽ നമുക്ക് ബോർഡ് എക്സാം രണ്ടാമത്തെ ഉണ്ടല്ലോ. കുറച്ച് പേര് അങ്ങനെ ചിന്തിക്കുന്നവർ സാറ് പേഴ്സണലി സാറിന് മെസ്സേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി, സാർ ബോർഡ് എക്സാം 1 എഴുതിയില്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഉണ്ടല്ലോ, രണ്ടാമത്തിൽ ഞങ്ങൾ പിടിച്ചോളാം. അങ്ങനെയല്ല കാര്യങ്ങൾ, അങ്ങനെയല്ല കാര്യങ്ങൾ മക്കളെ. നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ എക്സാം മെയിലാണ് സംഘടിപ്പിക്കുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. അത് സെക്കൻഡ് എക്സാം എന്ന് തന്നെയാണ് അതിൻ്റെ പേര്, സെക്കൻഡ് എക്സാം. ഓക്കെ, അത് നിങ്ങളെ മനസ്സിലേക്ക് ഉണ്ടായി വരണം. ഓപ്ഷണൽ ഫോർ സ്റ്റുഡൻസ് എന്നാ പറഞ്ഞേക്കുന്നത്, ഓപ്ഷണലാ. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓപ്ഷനില്ല. നിങ്ങൾ ഫസ്റ്റ് എക്സാം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് ഉണ്ടാവും. നല്ല മാർക്ക് കിട്ടുന്ന 100%, 100% നിങ്ങളെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ എക്സാം എഴുതേണ്ട കാര്യമില്ല, അത് ഓപ്ഷണലാണ്. പക്ഷെ അവിടെ ഒരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. ഇവിടെ സാറ് പറഞ്ഞു കമ്പൽസറി ആണെന്ന് പറഞ്ഞു. കമ്പൽസറി ആണ്, എല്ലാവരും നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം എന്നാണ് ആ പറഞ്ഞുകൊണ്ട് അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ പോയാലും 3 സബ്ജക്റ്റിനെ ഈ പറഞ്ഞിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റിനൊന്നും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു ബോധം നിങ്ങളെ മനസ്സിലുണ്ടായി വരാം. ഇത്രേ ഉള്ളൂ. എനി ഓഫ് ദ 3 സബ്ജക്ട്സ് മാത്രമേ, ഇത് പറയും സാറ് പറയണതല്ല, CBSE പറഞ്ഞിട്ടുള്ളൂ. CBSE 2025 25-ാം തീയതി 6-ാം മാസം പുറപ്പെടുവിച്ചിട്ടുള്ളൊരു സർക്കുലർ ഉണ്ട്. ഓക്കെ, ആ സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് 3 സബ്ജക്റ്റിൽ മാത്രമേ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഈ പറഞ്ഞിട്ടുള്ള എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ആ സാധനം നിങ്ങൾ മനസ്സിലുണ്ടാവാം. ഓക്കെ, അപ്പോൾ കുറേ പേര് ചിന്തിക്കും, സാർ ഫസ്റ്റ് എക്സാം ഞങ്ങൾക്ക് എഴുതിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടാമത്തെ എക്സാമിൽ പഠിക്കാം. തെറ്റ്. ഓക്കെ, ഗലത്ത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള സർക്കുലർ വന്നിട്ടുള്ള ഡേറ്റ് 25/6/25 നിങ്ങൾക്ക് നോക്കാം. ഈ പറഞ്ഞ സർക്കുലർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് മാൻഡേറ്ററി എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ സ്റ്റുഡൻസ് ടു അപ്പിയർ ഇൻ ദ ഫസ്റ്റ് ബോർഡ് എക്സാമിനേഷൻ ആസ് എ CBSE 10 സ്റ്റുഡൻറ്റ്. നിങ്ങൾ അപ്പിയർ ചെയ്തിരിക്കണം. അത് കൂടാതെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള ഓൾ പാസ്ഡ് ആൻഡ് എലിജിബിൾ സ്റ്റുഡൻസ് വിൽ ബി അലൗഡ് ടു ഇംപ്രൂവ് ദെയർ പെർഫോമൻസ് ഇൻ എനി ഓഫ് ദ 3 സബ്ജക്ട്സ് ഔട്ട് ഓഫ് സയൻസ്, മാത്തമെറ്റിക്സ്, സോഷ്യൽ സയൻസ് ആൻഡ് ലാംഗ്വേജസ്. ഇതിലേതെങ്കിലും 3 എണ്ണത്തിലെ, സയൻസോ സോഷ്യലോ ലാംഗ്വേജോ, സയൻസോ സോഷ്യലോ മാത്സോ, സോഷ്യലോ മാത്സോ ലാംഗ്വേജോ, ഏതെങ്കിലും ഒരു 3 എണ്ണം, ജസ്റ്റ് 3 എണ്ണത്തിൽ മാത്രമേ നിങ്ങൾക്ക് റീ അപ്പിയർ ചെയ്തിട്ട് അതിനെ ഇംപ്രൂവ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നും കൂടെ എഴുതി നല്ല മാർക്ക് ആക്കാൻ പറ്റുള്ളൂ. ഓർമ്മിച്ച് വെച്ചോളൂ, ഇംപ്രൂവ്മെന്റ് എന്നുള്ള വാക്ക്. ഓക്കെ, റെഡി? അപ്പൊ നോക്കിയേ, ഇഫ് സ്റ്റുഡന്റ് ഹാസ് നോട്ട് അപ്പിയർഡ് ഇൻ എനി 3 or more subjects in first examination, then she will not be allowed to appear in the second examination. മിനിമം 3 ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതിയിരിക്കണം. മിനിമെങ്കിൽ നിങ്ങൾ 3 എഴുതിയിരിക്കണം. ആ 3 എഴുതാത്തടത്തോളം കാലം നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സാം എഴുതാൻ പോലുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു നോക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ സാറ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ബോർഡ് എക്സാം 1 ഈസ് നോട്ട് ഈക്വൽ ടു ബോർഡ് എക്സാം 2. ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലേക്ക് ഉണ്ടായി വരിക. അപ്പോൾ ഇതിലേതായിരിക്കും വിച്ച് വൺ ടു ഫോക്കസ്, അല്ലെങ്കിൽ വിച്ച് വൺ ഈസ് ബെറ്റർ എന്നുള്ള സാധനം നിങ്ങളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി ആൻസർ കിട്ടിക്കാണും. സാർ രണ്ടാമത്തെ എക്സാം എന്ന് പറയുന്നത് മാർക്ക് എങ്ങാനും, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ദൈവം സഹായിച്ചാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഒരു സുഖമില്ലായ്മ വന്നു എന്ന് വിചാരിക്കാം, ബോഡി വീക്കായി, ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വല്ല മറ്റ് കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഫാമിലി അല്ലെങ്കിൽ എന്തോ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തോ ഒരു കാരണത്താൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല,
ബോർഡ് എക്സാം 1 എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ എക്സാം കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മക്കളെ ബോർഡ് എക്സാം 2 ഉള്ളത്. അല്ലാതെ നന്നായിട്ട് പഠിക്കാം, എനിക്ക് കുറച്ച് റിലാക്സേഷൻ, ഫെബ്രുവരിയിൽ ഞാൻ കുറച്ച് ഉഴപ്പാം, ഞാൻ കുറച്ച് കളിക്കാം എന്നൊക്കെ ചിന്തിച്ചിട്ട് മെയ് മാസം വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വെറും പൊട്ടന്മാരായിട്ട് മാറും മക്കളെ. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ബോർഡ് എക്സാം 1 ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം. ആ സാധനം നിങ്ങളെ മനസ്സിലേക്ക് എപ്പോഴും കൊണ്ടുവരിക. ബോർഡ് എക്സാം 1 ഈസ്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ബോർഡ് എക്സാം 1 ആയിരിക്കണം. ഓക്കെ, ഫെബ്രുവരി മാസം നടക്കുന്ന ഫസ്റ്റ് തന്നെ അങ്ങോട്ട് അടിക്കുക, വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ എക്സാമിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ ആരും പോകേണ്ട കാര്യമില്ല, നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു നിങ്ങളെ ഭാഗത്ത് നിങ്ങൾ അറിയാതെയോ വരുന്നൊരു പ്രശ്നം കൊണ്ട് മാത്രം നിങ്ങളുടെ മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ ബോർഡ് എക്സാം 2ലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബോർഡ് എക്സാം 1 മാത്രമായിരിക്കണം നിങ്ങൾ മനസ്സിലുണ്ടാവേണ്ടത്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഗിവ് യുവർ ബെസ്റ്റ് ഇൻ ദ ഫസ്റ്റ് വൺ, ഡോണ്ട് റിലൈ ഓൺ ദ സെക്കൻഡ് വൺ. സമയം വേസ്റ്റ് ചെയ്യണേ, എന്തിനാ സമയം വേസ്റ്റ് ചെയ്യണേ? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് +1 നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഞാൻ ഫസ്റ്റ് എക്സാം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട്, മാർക്ക് കിട്ടും എനിക്ക് എന്നുള്ള കോൺഫിഡൻസ്. അവിടെ തൊട്ട് നിങ്ങൾ +1 സ്റ്റാർട്ട് ചെയ്യണം. +1 നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമൊന്നുമില്ല നിങ്ങളുടെ മനസ്സിലേക്ക്. നിങ്ങൾ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമല്ലോ, ഒന്നുമില്ല. നിങ്ങൾ +1 നിങ്ങൾ 10ാം ക്ലാസ് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമായിട്ട് മാറുകയാണ് +1ലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾ +1ലേക്ക് നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നോ, അവിടെയാണ് നിങ്ങളുടെ വിജയം ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ. ഓക്കെ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക, വെറുതെ സമയം വേസ്റ്റ് ആക്കേണ്ട. ഫസ്റ്റ് 1 കോൺസെൻട്രേറ്റ് ചെയ്യുക, സെക്കൻഡ് 1 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം ഓരോരുത്തർക്കും ഇപ്പോൾ മാർച്ച് മാസത്തിൽ സാധാ സ്റ്റേറ്റ് സിലബസിന് മാർക്കും കാര്യങ്ങളും വന്ന് അവരുടെ റിസൾട്ടും കാര്യങ്ങളും വന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ എക്സാം എഴുതുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തിൻ്റെ ആവശ്യമാണത്? ഓക്കെ, അപ്പോൾ ബോർഡ് എക്സാം 1 വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് സാർ അത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരാൻ പറ്റും? ഓഫ് കോഴ്സ് സാർ പറഞ്ഞുതരാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ പോലെ നിങ്ങൾ കണ്ടാൽ മതി. ഇതേ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാത്രം നമ്മൾ മുന്നിലേക്കുള്ള ഇനി മാസങ്ങളുള്ളൂ. സോ ആയിട്ട് നിങ്ങൾ ഒക്ടോബർ, നവംബർ മിഡോടുകൂടി, ഡിസംബർ മിഡോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സിലബസ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യണം. അത് നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടോ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മിഡ് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ മിനിമം നിങ്ങൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ലാംഗ്വേജസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാത്തിനും തീർത്തിരിക്കണം ഡിസംബർ മിഡോട് കൂടിയിട്ട്. അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് വരും. പിന്നീടുള്ള ഡിസംബർ മിഡിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു പകുതി ഉണ്ടാവുമല്ലോ ഡിസംബറിന്, അവിടെ തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ദാറ്റ് ഈസ് റിവിഷൻ. ജനുവരി മാസം കംപ്ലീറ്റ്ലി നിങ്ങൾ റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനി സാർ റിവിഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണ്, എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറപ്പായിട്ടും CBSEയുടെ നമ്മുടെ ചാനലിൽ നമ്മുടെ ബാച്ച് ഉണ്ട്, CBSE 10 ലക്ഷ്യ ബാച്ച് ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യണം. നിർബന്ധമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ വ്യക്തമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ താഴെ സ്ട്രിപ്പ് പോകുന്നുണ്ടോ, 7590920222 രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം, എന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ പ്രൈസ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. CBSE 10 ലക്ഷ്യം ഇപ്പോഴേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി. അപ്പോൾ സാറ് പറയുന്നത് ഇപ്പോഴേ നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ള കാര്യം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ റിവിഷൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സോൾവിങ് SQPs. എന്താ SQPs? സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഡിസംബർ മിഡോട് കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് SQP സോൾവ് ചെയ്യുക എന്നുള്ളത്. ഈ SQP സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാധനമുണ്ട്, എന്താ അത്? കോൺഫിഡൻസ്. ആ സാധനം നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം നടക്കാൻ പോണ എക്സാമിന് ഏറ്റവും നന്നായിട്ട് നല്ല സ്കോർ നേടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ SQP സോൾവ് ചെയ്യുന്നതിൽ കിട്ടും. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ, SQP ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നിങ്ങൾക്ക് സാർ ഒന്നുകൂടെ പറഞ്ഞ പോലെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് അവിടെ മാത്സും സയൻസും കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് അരച്ച് കലക്കി കുടിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ബ്ലാസ്റ്റ് ചെയ്യാം, പൊട്ടിത്തെറിക്കുക. ഓക്കെ, അങ്ങോട്ട് പവർ ആക്കുക. അപ്പോൾ സാർ ഇത്രേ പറയാനുള്ളൂ, ബോർഡ് എക്സാം 1 ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാം ഇൻ യുവർ ലൈഫ്. സോ ബോർഡ് എക്സാം 2ലേക്ക് നിങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ അറ്റൻഷൻ ബോർഡ് എക്സാം 2ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കുക. ബോർഡ് എക്സാം 1 നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ, മാർക്ക് കുറഞ്ഞു പോയി, ഇപ്പോൾ SSTയിൽ എനിക്ക് സാർ ഞാൻ പ്രതീക്ഷിച്ചത് A1 ആണ്, എനിക്ക് കിട്ടിയത് A ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, A1 ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ബോർഡ് എക്സാം 2 നിങ്ങൾ പ്രൈമറി ഒബ്ജക്റ്റീവായിട്ട് വെക്കരുത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് സാർ പോവാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, നമുക്ക് ഇനിയും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.